Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യുപി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അവഗണിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല പരിഗണനയുടെ പ്രധാന പടവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഓലയമ്പാടി ഭാഗത്ത് വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് മുകളിൽ മരം വീണു. നേന്ത്രവാഴ കൃഷി ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം. സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന സുഹൃത്ത് സമ്മേളനവും യാത്രയയപ്പും BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായി കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം. കായലിലെ വെള്ളത്തിലുണ്ടായ മാറ്റവും കടുത്ത ചൂടുമാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത്. വാർത്തകൾ വിശദമായി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യുപി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അവഗണിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല പരിഗണനയുടെ പ്രധാന പടവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ യുപി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അവഗണിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല പരിഗണനയുടെ പ്രധാന പാതകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഓരോ പൊതുവിദ്യാലയങ്ങളും ചരിത്രപരമായ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റിയിട്ടുണ്ടെന്നും അത്തരത്തിൽ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമായി തലയുയർത്തി നിൽക്കുന്ന കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യുപി സ്കൂളിൽ എത്താൻ സാധിച്ചത് അഭിമാന മുഹൂർത്തമായി കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലകളിൽ ഈ നാട്ടിലുണ്ടായിരുന്നവരെ കേൾക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളെ നോക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കൂട്ടരെ നമ്മൾ സൃഷ്ടിച്ചു വെക്കുകയായിരിക്കും എന്നുകൂടി ഓർക്കണം. അപ്പൊ ചരിത്രം ഇങ്ങനെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിൽ ഓരോ സ്കൂളും ഓരോ ഇടങ്ങളിൽ നിറവേറ്റിയ ചില കർത്തവ്യങ്ങളും കടമകളും എല്ലാം ഉണ്ട്. അവിടെ സെൻട്രൽ UPS കേരളത്തിനും രാജ്യത്തിൻ്റെയും മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ സ്കൂളിലേക്കാണ് വന്നത്, ഇവിടെ നിൽക്കുന്നത് എന്നത് ഒരു അഭിമാന മുഹൂർത്തമായി ഞാനും കാണുന്നു. MV MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ KP മുഹമ്മദ് അലി, അധ്യാപകരായ T ദേവി, MK ദാമോദരൻ എന്നിവർക്കുള്ള ഉപഹാരവും മന്ത്രി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ C സബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ, KP റീന, CP ഷിജു, MV ദീപു, K ശോഭ, M ഉല്ലാസൻ, RCP സീമ, M സത്യൻ, PV പ്രകാശൻ, A ഹരിദാസൻ, KP മുഹമ്മദ് അലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഓലയമ്പാടി ഭാഗത്ത് വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് മുകളിൽ മരം വീണു. നേന്ത്രവാഴ കൃഷി ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം. ചൊവ്വാഴ്ച വൈകിട്ടോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഓലയമ്പാടി ഭാഗത്ത് വ്യാപക നാശനഷ്ടം. വേനൽ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായത്. ഉച്ചക്ക് ഒരു 4 മണിക്ക് ശേഷം
വന്ന നല്ല കാറ്റും മഴയായിരുന്നു. ഏകദേശം ഒരു 10-600 വാഴ, കുലച്ച വാഴ നശിച്ചിട്ടുണ്ട്. അതിപ്പം എന്താ പറയുക, നമ്മൾ കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടില്ലെങ്കിലും കൂടെ ഒരു പ്രതിഫലം കയ്യിൽ വരേണ്ട സമയമാകുമ്പോൾ ഇത് പ്രകൃതി നമുക്കെതിരായിട്ട് വന്നിട്ടുള്ളത്. മാതമംഗലം സ്വദേശിയായ അബ്ദുൾ ഫത്താഹ്, മൻസൂറ എന്നിവർ ഓലയമ്പാടിയിൽ പാട്ടത്തിനെടുത്ത 5 ഏക്കറോളം സ്ഥലത്ത് നടത്തിയ നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശനഷ്ടമുണ്ടായി. 500ഓളം വാഴകൾ നശിച്ചുവെന്ന് കർഷകർ പറഞ്ഞു. വിഷുവിപണി ലക്ഷ്യമാക്കി ഒരുക്കിയ നേന്ത്രവാഴ കൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. കുലച്ചതും വിളവെടുക്കാൻ പാകത്തിൽ തയ്യാറായ വാഴകളാണ് നശിച്ചിട്ടുള്ളത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ MK കരുണാകരൻ പറഞ്ഞു. ഓലയമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും ചട്ടിയോള്, പെരുവാമ്പ ഭാഗങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 4ഓളം വീടുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. പല വീടുകളുടെ മേലെ മരം പൊരിഞ്ഞു വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് അറിയിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ, കൃഷി അസിസ്റ്റന്റ് TP സതീശൻ എന്നിവരും കൃഷി ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന സുഹൃത്ത് സമ്മേളനവും യാത്രയയപ്പും BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചങ്ങാത്ത മുതലാളിത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കി വരുന്നതെന്ന് BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ആരോപിച്ചു. കുത്തക മുതലാളിമാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിൽ ആദിവാസി ഗ്രാമത്തിലെ 1214 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് 15,000 കോടി മുതൽ മുടക്കിൽ വൈദ്യുതി നിലയത്തിന് അനുമതി നൽകിയപ്പോൾ നടത്തിപ്പ് ചുമതലയുള്ള അദാനി കമ്പനിക്ക് 10,000 കോടിയോളം രൂപയാണ് സർക്കാർ സംവിധാനത്തിലൂടെ നൽകിയതെന്നും ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ആരോപിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. AKSTU സംസ്ഥാന സെക്രട്ടറി K പത്മനാഭൻ, KGOF സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ ചാലിൽ, M കുഞ്ഞിക്കണ്ണൻ നായർ, രവീന്ദ്രൻ മാണിയാട്ട്, M അരുൺകുമാർ, K പ്രീത എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജോയിന്റ് കൗൺസിൽ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം V ഭുവനേന്ദ്രൻ, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാധവൻ മാട്ടുമൽ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായി കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം. കായലിലെ വെള്ളത്തിലുണ്ടായ മാറ്റവും കടുത്ത ചൂടുമാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത്. ആയിറ്റി, ഇടയിലക്കാട്, മാടക്കാൽ തുടങ്ങിയ ഭാഗങ്ങളിലെ കർഷകരും കൂട്ടായ്മകളും ഇറക്കിയ കവ്വായി കായലിലെ കൃഷിയാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തി നശിച്ചത്. ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളയിച്ചെടുക്കാറുള്ള കവ്വായി കായലിലെ വലിയ പറമ്പ്, തൃക്കരിപ്പൂർ ഭാഗങ്ങളിലെ വെള്ളത്തിലുണ്ടായ മാറ്റമാണ് കല്ലുമ്മക്കായ വാപിളർന്ന് നശിക്കാൻ പ്രധാന കാരണമായത്. കടുത്ത ചൂടും വില്ലനായി. മഴ തീരെ ലഭിക്കാത്തതും കൃഷിനാശത്തിന് കാരണമായി. കാലാവസ്ഥയിലെ മാറ്റം ചിലപ്പോഴൊക്കെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിലും വേനൽക്കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിന്റെ ചൂട് അപ്രതീക്ഷിതമായി ഉയർന്നു. ഇത്തവണ സാധാരണയായി പെയ്യാറുള്ള വേനൽമഴ ഇല്ലാതായതും കല്ലുമ്മക്കായ നശിക്കാനിടയാക്കി. കായലിലെ മുളന്തണ്ടുകളിൽ കയറിൽ തുണി തുന്നി വിത്തിറക്കിയാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് വെള്ളത്തിന്റെ മാറ്റവും ചൂടും മൂലം കല്ലുമ്മക്കായ വാപിളർന്ന് പലയിടങ്ങളിലും നശിച്ചത്. ഇവിടെ കല്ലുമ്മക്കായ കൃഷി ആയിട്ട് പ്രദേശത്തെല്ലാം പോയിരുന്നു. അതായിരുന്നു ഞാൻ കാര്യങ്ങൾ പുഴയും കെട്ടി വന്നാക്കി, നീലീശ്വരം പുഴ കെട്ടി വന്നാക്കി, 2 പുഴയും കെട്ടി വന്നാക്കിയിട്ടാണ് കടലിലെ ശരിക്കലും ഉപ്പിൻ്റെ അംശം കൂടിയോണ്ട് ഒരു വഴുത്ത് വെള്ളം വന്നാൽ എല്ലാം വയവളർന്നു പോയത്. നല്ല എടുക്കാനായ കായാണ്. വലിയ കയ്യ് അങ്ങനെ കൂടുതലായിട്ട് എല്ലാവർക്കും പോയിട്ടുള്ളൂ. ഇവിടെ കുറേ പേർക്കെല്ലാം നഷ്ടം തന്നെ. അല്ല നമ്മളെല്ലാം കഴിച്ച് അങ്ങനെ മേലെ വൈകിട്ടേ ഇല്ലത്. ചൂട് നിയന്ത്രിച്ചു നിർത്താനും തണുപ്പിക്കാനുമായി വേനൽമഴ പെയ്തുമില്ല. ആയിറ്റി, ഇടയിലക്കാട്, മാടക്കാൽ തുടങ്ങിയ മേഖലകളിലെ കല്ലുമ്മക്കായ കൃഷിയാണ് കൂടുതലും നശിച്ചത്. ഒരു കയറിൽ 150-ൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ വിരലിലെണ്ണാൻ പോലും കല്ലുമ്മക്കായ കർഷകർക്ക് ലഭിച്ചില്ല. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കല്ലുമ്മക്കായ കർഷകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സെൻട്രൽ ആർട്സ് വെള്ളൂരിന്റെ 45ാം വാർഷികത്തിന്റെ ഭാഗമായി മികച്ച പച്ചക്കറി കൃഷിക്കാർക്കുള്ള ആദര സമ്മേളനം സംഘടിപ്പിച്ചു. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സെൻട്രൽ ആർട്സ് വെള്ളൂരിന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ച്
എന്റെ ഗ്രാമം പച്ചക്കറി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മികച്ച പച്ചക്കറി കർഷകർക്കുള്ള ആദര സമ്മേളനം സംഘടിപ്പിച്ചു. വെള്ളൂർ നാടകപ്പുരയിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാളും കൃഷി ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഭക്ഷണവും ഉണ്ടാവുകയും ഇല്ല. ഒരു ചെറിയ വിഭാഗം എല്ലാവർക്കും വേണ്ടി ഭക്ഷണത്തിനാവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി എന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ വിഭാഗം എല്ലാവർക്കും വേണ്ടി ഭക്ഷണ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കൃഷി എന്നത്. സംഘാടക സമിതി ചെയർമാൻ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വി കെ കൃഷ്ണൻ, കെ പി ജ്യോതി, പയ്യന്നൂർ കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, മനോജ് പി വി തുടങ്ങിയവർ സംസാരിച്ചു. അനുബന്ധമായി പച്ചക്കറി വിപണനവും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറുകുന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറുകുന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 21 PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. ഒരു മാസം 1.5 ലക്ഷം രൂപ വരെ ശമ്പള വർധനവ് PSC മെമ്പർമാർക്കുണ്ടാക്കുന്നു. അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ഇന്ന് കേരളത്തിലെ ഗവർണർ വാങ്ങുന്ന ശമ്പളത്തെക്കാൾ കൂടുതലാണ് കേരളത്തിലെ PSC ചെയർമാൻ വാങ്ങുന്നത്. ചെറുകുന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കല്ലേൻ അധ്യക്ഷത വഹിച്ചു. കൂനത്തറ മോഹനൻ, രാഹുൽ പുത്തൻപുരയിൽ, പി ബൽറാം, ബേബി ആന്റണി, പാറയിൽ രാജൻ, കെ കൃഷ്ണൻ, എം മനോജ്, സ്മിത ഗ്രേഷ്യൻ, ആഗ്നസ് ഈനാശു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദിവസം പൂർത്തിയാക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CMB പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. CMB കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി B സജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു. ദിവസം പൂർത്തിയാക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CMB പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CMB കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി B സജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ലജ്ജാകരം എന്ന് പറയുന്നത് 50 ദിവസം ആ അമ്മമാർ സഹോദരിവരെ സമരം ചെയ്തു, അവരെ പ്രഖ്യാപിച്ചു. 50 ദിവസം പിന്നിടുന്ന ദിവസം ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് ഈ സമരത്തിന് ശക്തി കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് പോലും ചർച്ചയ്ക്ക് വിളിക്കാതെ അവരെ കണ്ടിൽ നിന്ന് നടിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. തൊഴിലാളി വർഗ പാർട്ടിയുടെ, കർഷക തൊഴിലാളികളടക്കമുള്ള പാർട്ടി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ആശാവർക്കർമാരെ, കോവിഡ് കാലത്ത് പോലും സംരക്ഷകരായി മാറിയ ആ ആശാവർക്കർമാരെ കണ്ടിൽ നിന്ന് നടിക്കുന്ന ഒരു ഗവൺമെന്റായി മാറി. ഇന്ന് ചാനലുകൾ എടുത്ത് പരിശോധിച്ചാൽ ലജ്ജാകരം എന്ന് പറയട്ടെ, കേരള സമൂഹത്തിന് ലജ്ജാകരം എന്ന് പറയുന്ന തരത്തിലാണ് പ്രിയപ്പെട്ട അമ്മമാർ തലമുണ്ടനം ചെയ്തുകൊണ്ട് ആ സമരം നടത്തി വരുന്നത്. ജില്ലാ കൗൺസിൽ അംഗം PP കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P രത്നാകരൻ, ജില്ലാ കൗൺസിൽ അംഗം M ശ്രീധരൻ, മഹിളാ ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി P രജനി, KSYF ജില്ലാ കമ്മിറ്റി അംഗം മിഥുൻ PK തുടങ്ങിയവർ സംസാരിച്ചു. KP ശ്യാമള, P സിന്ധു, VG K, പത്മരാജൻ തുടങ്ങിയവർ പ്രതിഷേധ ജ്വാലയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ MB സതീഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ MP സതീഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഷാപ്പുറത്താണല്ലോ സ്വാമി ആനന്ദതീർത്ഥന്റെ ആശ്രമം, പേര് ശ്രീനാരായണ വിദ്യാലയമാണ് എന്ന് നമുക്കറിയാം. ആശ്രമമാണ് ഒരു ഘട്ടത്തിൽ സുബ്രഹ്മണ്യനായിട്ട് പഠന കേന്ദ്രമായിട്ട് മാറി. പന്തിഭോജനത്തിലൊക്കെ പങ്കെടുത്ത് ഗാഠസരസ്വത ബ്രാഹ്മണ സമുദായത്തിൽ പഠിച്ചിട്ടുള്ള ഷെനായി
ആ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുപോലെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് സ്വാമി ആനന്ദൻ. അദ്ദേഹം അനന്തശേനായിരുന്നു തലശ്ശേരിക്കാരൻ. അന്ന് BA ഓണേഴ്സ് ഫിസിക്സ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് ജിയോമെട്രി വരുള്ളൂ, ബയോളജി ടീച്ചറിനിരിക്കുന്നു, നമ്മൾ സ്വീപ്പാക്കും ചിലപ്പോൾ. അന്ന് BA ഓണേഴ്സ് സയൻസ് സബ്ജക്റ്റാണ്. ഫിസിക്സ് BA ഓണേഴ്സ് പാസ്സായിട്ടുള്ള ആളാണ് ആനന്ദശേന. പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി RDDR രാജേഷ് കുമാർ മുഖ്യാതിഥിയായി. വിരമിക്കുന്ന പ്രിൻസിപ്പൽ MP സതീഷ് കുമാറിന് MLA ഉപഹാരം നൽകി. കൗൺസിലർ മണിയറ ചന്ദ്രൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വടക്കോവൽ, SMC ചെയർമാൻ K ശശീന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് ശ്രീജ സുരേഷ്, VHSC പ്രിൻസിപ്പൽ ബിന്ദു CK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് NMMS സ്കോളർഷിപ്പിൽ വിജയികളായ സ്വാഗത് S, സിദ്ധാർത്ഥ് സതീഷ്, അക്ഷയ് കുമാർ CPK, ആദിദേവി എന്നീ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്കാളിയുടെ ദേശചരിത്രവും ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രവും പ്രമേയമാക്കി ബൃഹത് തിരുവാതിര അരങ്ങിലെത്തി. സ്കൂളിന്റെ 86ാം വാർഷികത്തിന്റെയും സ്കൂളിലെ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് പരിപാടിയുടെയും ഭാഗമായാണ് തിരുവാതിര അരങ്ങിലെത്തിയത്. കണ്ടങ്കാളിയുടെ ദേശചരിത്രവും ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രവും കാവ്യാത്മകമായി പ്രതിപാദിക്കുന്ന പ്രമേയവുമായി ബൃഹത് തിരുവാതിര അരങ്ങിലെത്തി. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 86ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് പരിപാടിയുടെയും ഭാഗമായാണ് ബൃഹത് തിരുവാതിര അരങ്ങിലെത്തിയത്. മദർ PTA നേതൃത്വത്തിൽ കണ്ടങ്കാളി വനിതാ കൂട്ടായ്മ പ്രവർത്തകരാണ് നർത്തകിമാരായി അരങ്ങിലെത്തിയത്. സംഘകാലത്തോളം ദീർഘ പാരമ്പര്യമുള്ള കണ്ടങ്കാളി എന്ന പ്രസിദ്ധമായ ഗ്രാമത്തിന്റെ പൂർവ്വചരിത്രവും വിവിധ കാലങ്ങളിലൂടെ അതിജീവനത്തിനായി കണ്ടങ്കാളിയിലെ മനുഷ്യർ നടത്തിയ പോരാട്ടവും വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ പിന്മുറക്കാർ കൈവരിച്ച മുന്നേറ്റവും വിശദമായി പ്രതിപാദിച്ച തിരുവാതിരയ്ക്ക് ഗാനരചന നിർവഹിച്ചത് ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകനായ C സുധാകരനാണ്. പ്രമുഖ മറുത്തുകളി പണിക്കരും സംഗീത സംവിധായകനുമായ കക്കുന്നം പത്മനാഭനായിരുന്നു സംഗീതം നിർവഹിച്ചത്. അരമണിക്കൂർ ദൈർഘ്യമുള്ള ബൃഹത് തിരുവാതിര കൊറിയോഗ്രഫി ചെയ്ത് പരിശീലിപ്പിച്ചത് M പ്രവീണ ടീച്ചറാണ്. വിദ്യാലയത്തിലെ അധ്യാപികമാരായ BN ശ്രീജയും K പ്രസീതിയുമായിരുന്നു ഗായകർ. വനിതാ കമ്മിറ്റി കോർഡിനേറ്റർ ശ്യാമളയും സംഘാടക സമിതി ജനറൽ കൺവീനർ OK അനിൽകുമാറുമാണ് ബൃഹത് തിരുവാതിര അരങ്ങിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനൽ കടുത്തതോടെ പാലുൽപാദനം ഗണ്യമായി കുറഞ്ഞു. പാല് കുറയുകയും ചിലവ് കുതിച്ചുയരുകയും ചെയ്യുന്നത് ക്ഷീരകർഷകരെ കടുത്ത ആശങ്കയിലാഴ്ത്തുകയാണ്. വേനൽ കടുത്തതോടെ പാലുൽപാദനം കുറയുന്നത് ക്ഷീരകർഷകരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടുകയാണ്. വേനൽക്കാലത്ത് പശുക്കളുടെ ശരീര ഊഷ്മാവ് കൂടുകയും അത് ദഹന പ്രക്രിയയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ് പാലുൽപാദനം കുറയാൻ കാരണം. ദിവസേന ഒരു പശുവിൽ നിന്ന് 1 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ പാൽ കുറയുന്നതായി സ്വാമിമുക്കിലെ പരമ്പരാഗത ക്ഷീരകർഷകനായ വിജയൻ പുളുക്കൂൽ പറയുന്നു. ഉണക്കപ്പുല്ലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പച്ചപ്പുല്ല് കിട്ടാത്തതും പ്രശ്നമാണ്. ഒപ്പം ഗുണനിലവാരമില്ലാത്ത കാലിത്തീറ്റയാണ് പലപ്പോഴും ലഭിക്കാറുള്ളതെന്നും ഇദ്ദേഹം പറയുന്നു. ഇതും പാലുൽപാദനത്തെ ബാധിക്കുന്നു. ദിനം പ്രതി 80 ലിറ്റർ മുതൽ 100 ലിറ്റർ വരെ വെള്ളം പശുക്കൾക്ക് കുടിക്കാൻ ആവശ്യമാണ്. 4 നേരം ചുരുങ്ങിയത് ശരീരം തണുക്കെ കുളിപ്പിക്കുകയും വേണം. താമസ സ്ഥലത്ത് തണുപ്പ് നിലനിർത്താനുള്ള മാർഗങ്ങളും ക്ഷീരകർഷകർ സ്വീകരിക്കേണ്ടതുണ്ട്. ചൂടും ജലദൗർലഭ്യവും കന്നുകാലികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ജലക്ഷാമമുള്ള സ്ഥലങ്ങളിലെ കർഷകർ ഏറെ പ്രയാസമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തണലില്ലാത്ത സ്ഥലത്ത് പശുക്കളെ കെട്ടിയിടുന്നത് ഒഴിവാക്കണമെന്നും ഉച്ചനേരത്ത് ഭക്ഷണം നൽകരുതെന്നും മൃഗപരിപാലന രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇപ്പോൾ പൊതുവെ ചൂടിൽ പാല് കുറവാണ്. ഇപ്പം അധികമായ ചൂടായതുകൊണ്ട് പാല് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തീറ്റക്കൊന്നും വില ഉണ്ട്, പച്ചപ്പുല്ല് കിട്ടാനില്ല. എനിക്കിപ്പോൾ ഉള്ളത് 4 പശുവാണ്.
4 പശുവിനും കൂടി ഇപ്പം തീറ്റ കൊടുക്കണമെന്നില്ല. പുല്ല് ഉൽപ്പാദനം പച്ചപ്പുല്ലില്ല. അതുകൊണ്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പാല് കൊടുക്കണമെന്നില്ല. ഇപ്പം ചൂടായതുകൊണ്ട് ഇപ്പോൾ ഒരു 6-8 ലിറ്റർ പാല് കുറവാണ്. 35 ലിറ്റർ പാല് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു 20 ലിറ്ററിൻ്റെ കയ്യിലു. വൈക്കോലിന്റെയും കാലിത്തീറ്റയുടെയും വിലവർധനവും കർഷകർക്ക് ഇരുട്ടടിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. CPIM കുറ്റൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. കുറ്റൂരിൽ നടന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. CPIM കുറ്റൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. കുറ്റൂരിൽ നടന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടർ രാവിലെ അമ്പലത്തിൽ പോകുന്നു. പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും തടയാൻ വന്നാൽ CPM ഉണ്ടാകും ആ തടസ്സം നീക്കാൻ. ഒരു കൂട്ടർ പള്ളിയിൽ പോകുന്നു. പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് തടയാൻ വന്നാൽ CPM ഉണ്ടാകും അവിടെ ആ തടസ്സം നീക്കാൻ. ഇതാണ് നമ്മുടെ നിലപാട്. ഇത് വാക്കിലും പ്രവൃത്തിയിലും പിന്തുടർന്ന പാർട്ടിയാണ് CPIM. P. സജികുമാർ അധ്യക്ഷത വഹിച്ചു. P. ശശിധരൻ, KV ഗോവിന്ദൻ, MK കുഞ്ഞപ്പൻ, KB ബാലകൃഷ്ണൻ, MP ദാമോദരൻ, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പവർ വോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാരന്താടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പവർ വോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാരന്താടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷിതാക്കളും സമൂഹവും അധ്യാപകരും എല്ലാം ഇതിനൊരു ഭാഗമാക്കാണ്. ഇന്ന് അധ്യാപകർക്ക് പണ്ടത്തെ പോലെ ഇടപെടാൻ പറ്റുമോ? പോക്സോ കേസിൽ പ്രതിയായി പോകും അധ്യാപകരെന്നാൽ. ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു അടി കിട്ടിയിട്ട് അത് വീട്ടിൽ പറയൂല നമ്മൾ. കാരണം പറഞ്ഞ 2 അടി വീട്ടിൽ നിന്ന് കിട്ടും. എന്താ കാരണം? അധ്യാപകർ അടിക്കുന്നതിന് അതിന് കാരണം ഒന്നിച്ച് നീ കുരുത്തക്കേട്, അല്ലെങ്കിൽ നീ പഠിക്കാൻ. ഇത് മാത്രമേ കാരണം ഉണ്ടാവില്ല. അപ്പൊ നീ ക്ലബിന്റെ ലോഗോ പ്രകാശനം രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ നിർവഹിച്ചു. TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി പവിത്രൻ, വാർഡ് മെമ്പർമാരായ സുമതി CM, സജിനി ധനരാജ്, M. കണ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കോട് C. കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവവും യാത്രയപ്പ് പരിപാടിയും സംഘടിപ്പിച്ചു. KB ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിജ്ഞാന സാമ്പത്തിക സമൂഹത്തിലേക്കാണ് നമ്മൾ ആ വിജ്ഞാന സാമ്പത്തിക സമൂഹം എന്ന് പറയുന്നത് വിജ്ഞാനമാണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. പണ്ട് ബിസിനസ് സമൂഹമാണെങ്കിൽ ബിസിനസ് ഭാഗമായി വിജ്ഞാനം സമ്പത്തായി കാണുന്ന ഒരു തലമുറയാണ് പുതിയതായി വരുന്നത്. അപ്പൊ നമ്മളെല്ലാം അറിവുകൾ, നമുക്കെല്ലാം നല്ല അറിവുകൾ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുകൾ ഉണ്ടായിരുന്നു. ആ അറിവുകൾ പലപ്പോഴും പല കുട്ടികൾക്കൊന്നും അറിയുന്നില്ലായിരുന്നു. നമ്മളത് വലിയ പഠിപ്പിച്ചാൽ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പൊതു കാര്യങ്ങളെ കുറിച്ച് സാമൂഹ്യപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. അത് പരിശോധിക്കണമെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്താൽ നിങ്ങൾ വളരെ മിനിമം ആയി ചോദിക്കുന്ന കാര്യങ്ങൾ പോലും പലർക്കും പറയാൻ പറ്റുന്നില്ല. അപ്പൊ സാമൂഹ്യപരമായ അറിവുകൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ദിവസവും പത്രം വായിക്കണം. അതുകൂടാതെ പൊതുവായിട്ടുള്ള ഗ്രാമസഭ, അയൽക്കൂട്ടം അങ്ങനെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കണം. പഞ്ചായത്ത് മെമ്പർ ആയി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയണം. അതുകൂടി നമ്മൾ അറിവിന്റെ ആ ഒരു വലയത്തിൽ പെടുത്തേണ്ടതാണ്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ A. രത്നാവതി, സ്കൂൾ ഹെഡ് മാസ്റ്റർ K. സുരേഷ്, കലാധ്യാപകൻ KV മധുസൂദനൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് K. സുമേശൻ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP. പ്രസന്നകുമാരി, വാർഡ് മെമ്പർമാരായ V. പ്രദീപൻ, P. രേഷ്ണ, SMC ചെയർമാൻ CK. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം ദേവീസഹായം AUP സ്കൂൾ യാത്രയപ്പ് സമ്മേളനം ഏപ്രിൽ 3 വ്യാഴാഴ്ച നടക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിക്കും. കോറോം ദേവീസഹായം AUP സ്കൂളിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക SKM സാവിത്രി ടീച്ചർക്കുള്ള യാത്രയപ്പ് ചടങ്ങ് ഏപ്രിൽ 3 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ നടക്കും. പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിക്കും.
പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ AEO TV ജ്യോതി ബസു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കന്നഡ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് 1 വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. M. അംബു, SKM സാവിത്രി, PV രവീന്ദ്രൻ, പാവൂർ സന്തോഷ്, M. രാമകൃഷ്ണൻ, പനക്കീൽ ബാലകൃഷ്ണൻ, K. രമേശൻ, KV പ്രകാശൻ, KC സുരേന്ദ്രൻ, MB ബിന്ദു, PV മംഗളൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് തല ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം താനിച്ചേരിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം താനിച്ചേരിയിൽ നടന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവൃത്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത്. താനിച്ചേരി പാലം തോട് പുനരുദ്ധാരണ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് തൊഴിലിന് തുടക്കമായത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വാർഡിനകത്തും ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. എല്ലാവർക്കും 100 ദിവസത്തെ തൊഴിൽ നമുക്ക് കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ പ്ലാൻ ആദ്യം ഉണ്ടാവണം. ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബിറ്റാസ് തോമസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ഷീന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ്, പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷീബ ദിവാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിറ്റാസ് തോമസ്, വാർഡ് കൺവീനർ സതീശൻ, ഹരിപ്രസാദ്, സ്മിത, ദിവ്യ, ദീപ, സരിത UV, സിന്ധു KV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. K. മണക്കാട് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ശ്മശാനത്തിലേക്ക് ചിരട്ട ശേഖരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കേമണക്കാട് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ശ്മശാനത്തിലേക്ക് ചിരട്ട ശേഖരണം നടത്തി. 10ാം വാർഡ് ADSന്റെ നേതൃത്വത്തിലാണ് കൂക്കാനം പെരണം പൊതുശ്മശാനത്തിലേക്ക് ചിരട്ട ശേഖരണം നടത്തിയത്. തെക്കേമണക്കാട് AV സ്മാരക വായനശാല പരിസരത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സിന്ധു K. അധ്യക്ഷയായി. ശൈലജ M, സുനിത PV, ഹേമരാജ് C, ബൈജു M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഭാരതീയ കിസാൻ സംഘ് കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ 2 മുതൽ 28 വരെ നടക്കും. മഞ്ചേശ്വരത്തു നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് ഏപ്രിൽ 4-ന് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ഭാരതീയ കിസാൻ സംഘ് കേരളം കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ 2-ന് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച് 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് ജാഥ ലീഡർ. ഏപ്രിൽ 4-ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കാലിക്കടവിൽ ജാഥയെ കണ്ണൂർ ജില്ലാ സാരഥികൾ വരവേൽക്കും. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പയ്യന്നൂർ പെരുമ്പ KSRTC സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകും. കാർഷിക മേഖലയിലുള്ള വിദഗ്ധരായ കർഷകരെ ചടങ്ങിൽ ആദരിക്കും. സമ്മിശ്ര കർഷകനായ വിനോദ് കുര്യൻ ജോസ്ഗിരി, ക്ഷീരകർഷകനായ മോഹനൻ പലേരി ചെറുപുഴ, കൂൺ കർഷകൻ PP സജീഷ് പ്രാപ്പോയിൽ, ജൈവ കർഷകൻ KVR കണ്ണൻ, നെൽകർഷകനായ M. കേശവൻ മാസ്റ്റർ ആലക്കാട്, KU ജനാർദ്ദനൻ എടാട്ട് എന്നിവരെ ആദരിക്കും. ജാഥാ സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗോപിനാഥ് ഇലവുങ്കൽ, VR സുനിൽ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പേരൂർ UP സ്കൂളിൽ ഏകദിന ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് ഉല്ലാസ പൂമഴ സംഘടിപ്പിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും പഠന മികവിനും വേണ്ടി തയ്യാറാക്കിയ രസകരവും ബുദ്ധിപരവുമായ വിവിധയിനം കളികളും കലാപരിപാടികളും കോർത്തിണക്കിയ സർഗാത്മക പരിപാടിയാണ് ഉല്ലാസ പൂമഴ. പടവ് ക്രിയേറ്റീവ് ഡ്രാമ തിയേറ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും പഠന മികവിനും വേണ്ടി തയ്യാറാക്കിയ രസകരവും ബുദ്ധിപരവുമായ വിവിധയിനം കളികളും കലാപരിപാടികളും കോർത്തിണക്കിയ സർഗാത്മക പരിപാടിയാണ് ഉല്ലാസപ്പൂമഴ. പടവ് ക്രിയേറ്റീവ് തിയേറ്റർ ഡയറക്ടർ N. രഘുനാഥൻ, ശ്രീജിത്ത് വെള്ളുവയൽ, സിനിമാ സംവിധായകനും നാടക പ്രവർത്തകനുമായ സുനീഷ് വടക്കുംപാടൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന കാങ്കോൽ സെവൻസിന് ഏപ്രിൽ 2-ന് ബുധനാഴ്ച കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന കാങ്കോൽ സെവൻസിന് ബുധനാഴ്ച തുടക്കമാകും. കെ രാജൻ സ്മാരക ഫ്ലഡ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 16 വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. വടക്കൻ കേരളത്തിലെ പ്രധാന 14 ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരം രാത്രി 8 മണിക്ക് ആരംഭിക്കും. ദേശീയ സംസ്ഥാന താരങ്ങൾ ബൂട്ടണിയുന്ന മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് കെ രാജന്റെ സ്മരണയ്ക്ക് 40,000 രൂപയും കെ വി കുഞ്ഞപ്പൻ മാസ്റ്ററുടെ സ്മരണയ്ക്കുള്ള ട്രോഫിയും നൽകും. 2ാം സ്ഥാനക്കാർക്ക് UV ശശീന്ദ്രന്റെ സ്മരണയ്ക്കുള്ള 30,000 രൂപയും പി ഹരീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണയ്ക്കുള്ള ട്രോഫിയും നൽകും. ഓരോ മത്സരത്തിലെ മികച്ച കളിക്കാരനും ടൂർണമെന്റിലെ താരത്തിനും ഫൈനൽ മത്സരത്തിലെ ഗോൾ കീപ്പർക്കും പ്രത്യേക ട്രോഫി നൽകും. സഹകരണ ആശുപത്രിയുടെ മെഡിക്കൽ പവലിയൻ മുഴുവൻ ദിവസവും പ്രവർത്തിക്കും. ടൂർണമെന്റിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ടൂർണമെന്റ് ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 7:30 ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ MLA നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PP സിദ്ദീൻ, MV ദീപേഷ്, കോർഡിനേറ്റർ A കരുണാകരൻ, വർക്കിംഗ് ചെയർമാൻ P രാധാകൃഷ്ണൻ, TP ജയേഷ്, TP അഭിലാഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിനുജ സുകേഷിന്റെ ചുവന്ന ഒറ്റക്കമ്മൽ കഥാസമാഹാരത്തിന്റെ പ്രകാശനം ചെറുകുന്ന മിനി പാർക്ക് ഹാളിൽ നടന്നു. ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ VS അനിൽകുമാർ TV സജിത്തിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ VS അനിൽകുമാർ TV സജിത്തിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ K പ്രമോദ് നാറാത്ത് അധ്യക്ഷത വഹിച്ചു. MD ഷൈൻദാസ്, പ്രദീപ് കുറ്റ്യാട്ടൂർ, മനോജ് കാട്ടാമ്പള്ളി, KVS കണ്ണപുരം, രാജേഷ് പാലങ്ങാട്, MR പയ്യട്ടം, T രാജീവൻ, K നാരായണൻ, നികേഷ് താവം, സതീഷ് വിനോദ്, C വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവൃത്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുറ്റൂരിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുറ്റൂരിൽ 3ാം വാർഡിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾക്ക് ഏറെ സന്തോഷപ്രദമായ ഒരു കാര്യം, ഇതിൻ്റെ കൂലി ഈ സാമ്പത്തിക വർഷം മുതൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കെല്ലാം കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ, അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തുക നമ്മുടെ പഞ്ചായത്തിലേക്ക്, ഗ്രാമീണ ജനതയിലേക്ക് എത്താൻ നമ്മുടെ നാടിനും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസം പകരാൻ ഈ പദ്ധതി വിപുലപ്പെടുത്തുന്നതുകൊണ്ട് സാധിക്കും. കണ്ണമ്പാടിത്തോട്ടിലെ ചെളി നീക്കം ചെയ്ത് അരികുകെട്ടി സംരക്ഷണം നൽകുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. വാർഡ് മെമ്പർ PP വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് KP രമേശൻ, ജോയിന്റ് BDO അനിൽകുമാർ പാടാച്ചേരി, അമൽ സജി, M സജി എന്നിവർ സംസാരിച്ചു. ഓവർസിയർമാരായ ഷാഹിദ് AP, അനുശ്രീ M, PP റീജ, മോണിറ്ററിംഗ് അംഗങ്ങൾ, വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 17 വാർഡുകളിലും ഉദ്ഘാടനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ 100ന്റെ നിറവിൽ. 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും. വൈകിട്ട് 5-ന് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. ചെറുകുന്ന് വില്ലേജിൽ കേളംകൂറിൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ആരംഭിച്ച കുടിപ്പള്ളിക്കൂടമാണ് വളർന്നു വികസിച്ച ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ആയത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാവിലാവളപ്പിൽ കൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ വെള്ളറങ്ങലിൽ കുഞ്ഞുമൊയ്തീൻ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് പ്രവർത്തനം അങ്ങോട്ട് മാറ്റി. 1924-ൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ആദിദ്രാവിഡ എലിമെന്ററി സ്കൂളാക്കി. കുടിപ്പള്ളിക്കൂടത്തിൽ വിദ്യാഭ്യാസം നേടിയവരായിരുന്നു ഇവിടുത്തെ ആദ്യകാല അധ്യാപകർ. 1932-33 അധ്യയന വർഷത്തിൽ മദ്രാസ് പ്രസിഡൻസി കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിനു കീഴിൽ ലേബർ സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1987-ൽ ഈ വിദ്യാലയം സംസ്ഥാന സർക്കാരിന്റെ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിനു കീഴിൽ ആക്കുകയും ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ എന്നാക്കി പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ശതാബ്ദിയുടെ ഭാഗമായി പരിസ്ഥിതി സന്തുലന പ്രവർത്തനങ്ങൾ, സാഹിത്യ സാംസ്കാരിക സദസ്, ആയോധന കലാപരിശീലനം, ഫിലിം ഫെസ്റ്റ്, ഫുട്ബോൾ മേള, ശാസ്ത്ര വിദ്യാഭ്യാസ പ്രദർശനം, ഭക്ഷ്യമേള, കായികമേള തുടങ്ങി 100ലേറെ പ്രവർത്തനങ്ങൾ ഒരുക്കും. 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് M വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വിരമിക്കുന്ന അധ്യാപികമാരായ CH ലളിത, K ഗീത എന്നിവർക്ക് യാത്രയയപ്പ് നൽകും. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനം ചെയ്യും.
വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലത, പ്രധാന അധ്യാപിക KV ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ, K മോഹനൻ, PK ഹസൻകുഞ്ഞി, KV നാരായണൻ, VV നാരായണൻ, N ദാമോദരൻ, K ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നരീക്കാംവള്ളി അറത്തിൽ മനയൻ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 2, 3 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. അവഗണിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല പരിഗണനയുടെ പ്രധാന പടവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഓലയമ്പാടി ഭാഗത്ത് വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് മുകളിൽ മരം വീണു. നേന്ത്രവാഴ കൃഷി ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം. സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന സുഹൃത്ത് സമ്മേളനവും യാത്രയയപ്പും BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായി കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം. കായലിലെ വെള്ളത്തിലുണ്ടായ മാറ്റവും കടുത്ത ചൂടുമാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.